ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് തേൻ നെല്ലിക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. വെറും രണ്ട് ചേരുവകൾ ഉണ്ടെങ്കിൽ ഈ ഒരു തേൻ നെല്ലിക്ക നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സീസൺ ടൈമിലൊക്കെ നെല്ലിക്കൊക്കെ നമുക്ക് വില കുറവിലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത് കേടുകൂടാതൊക്കെ നമുക്കിത് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു തേൻ നെല്ലിക്ക എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു തേൻ നെല്ലിക്ക തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി എടുത്തിട്ടുള്ള നെല്ലിക്കയാണ്. ഇനി ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുണ്ടാവാനൊക്കെ ആയിട്ട് പാടില്ല കേട്ടോ. ഇത് കുറേ നാളൊക്കെ കേടുകൂടാതൊക്കെ ഇരിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം. അപ്പോൾ നെല്ലിക്ക ഞാനെല്ലാതും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ അതേ നെല്ലിക്ക ഞാനിവിടെ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു നെല്ലിക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചിട്ടെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റോളം മാത്രം ഇതൊന്ന് ആവി കയറ്റിയിട്ട് എടുത്താൽ മതി. ഇത് ഒരുപാട് നേരം നമ്മളിത് വേവിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇങ്ങനെ കുക്കായിട്ടൊന്നും പോവരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോവും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതേ നെല്ലിക്ക ഞാനിവിടെ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ നെല്ലിക്കും എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ചുറ്റുഭാഗം വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാ നെല്ലിക്കും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നെല്ലിക്കും ഞാനിവിടെ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു തേൻ നെല്ലിക്ക തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് ശർക്കര പഞ്ചസാര ഒക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കൽക്കണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ച് വലുതായ കാരണം നമുക്കിത് മിക്സി ജാറിലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് വലിയ സൈസിലുള്ള കൽക്കണ്ടാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇടിക്കല്ലിലൊന്ന് ഇടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡൊക്കെ കംപ്ലൈൻ്റ് ആവും. പിന്നെ നല്ല തരിയായിട്ട് കിട്ടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ചെറിയ സൈസിലൊക്കെ കിട്ടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള കൽക്കണ്ടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൽക്കണ്ടം ഇതിനായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഇപ്പോൾ അതേ കൽക്കണ്ടം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൽക്കണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1/2 കിലോ നെല്ലിക്കയ്ക്ക് 1/2 കിലോ കൽക്കണ്ടം തന്നെ എടുക്കണം. കൂടിപ്പോവോ അതല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള കൽക്കണ്ടം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം അളന്ന് തന്നെ ഒഴിക്കണം കേട്ടോ. കൂടിപ്പോവോ കുറഞ്ഞു പോവോ ഒന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ചൂടായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഈ ഒരു കൽക്കണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മെൽറ്റായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷേ ഈ ഒരു കൽക്കണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതിലേക്ക് ഞാൻ വെറും 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൽക്കണ്ടം ഉരുകിയിട്ട് വന്നിട്ടുള്ള വെള്ളം പിന്നെ ഈ ഒരു നെല്ലിക്കയിലത്തെ വെള്ളമാണ് ഇട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോവൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ കറക്റ്റ് ആ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നെല്ലിക്കൊന്ന് റെഡി ആയിട്ട് കിട്ടാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ അതുവരയ്ക്ക് നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചിട്ടെടുക്കാൻ. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോൾ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിത് തുറന്നിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ വെച്ച് കൊടുക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാനായിട്ട്. കരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കയ്പ്പായിരിക്കും. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടൊക്കെ വേവിച്ചിട്ടെടുക്കുമ്പോൾ നല്ലോണം കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറൊക്കെ ആവും കേട്ടോ. തേനിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ടൊക്കെ വരണം കേട്ടോ ഈ ഒരു സിറപ്പ്.
പിന്നെ ഈ ഒരു നെല്ലിക്ക നല്ലൊരു കളറൊക്കെ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു നെല്ലിക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിറപ്പും നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിത് തലേദിവസമാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ നമുക്ക് ഈ ഒരു തേൻ നെല്ലിക്ക റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സിറപ്പ് നല്ല തിക്കായിട്ടൊക്കെ മാറും. അപ്പോൾ അങ്ങനെ തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ ഒന്ന് മെൽറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു തേൻ നെല്ലിക്ക ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഒരുപാടൊന്നും കഴിക്കണത് അത്രയ്ക്കൊന്നും നല്ലതല്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരെണ്ണമൊക്കെ കഴിക്കുക, അതിൽ കൂടുതലൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്